സഹോദരങ്ങളെ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബംഗാളിൽ വലിയൊരു ക്ഷാമമുണ്ടായി 1942. ഏകദേശം 30 ലക്ഷത്തിലേറെ ആളുകൾ പട്ടിണി കിടന്നും മരിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമല്ലാതിരുന്നത് കൊണ്ട് പട്ടിണി കിടന്നും മരിച്ചു എന്നുള്ളതാണ് ഏകദേശ കണക്ക്. അതിന്റെ കാരണം ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമായില്ല. ഉണ്ടായിരുന്ന സപ്ലൈ യുദ്ധമായിരുന്നതിനാൽ പട്ടാളക്കാർക്കും മറ്റുമായിട്ട് മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പം ബംഗാളിൽ ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ എത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ക്ഷാമങ്ങളുണ്ട്. ഇപ്പം ട്രെയിനും കപ്പലൊക്കെ വഴിയായിട്ട് ഭക്ഷ്യധാന്യങ്ങളൊക്കെ സുലഭമായതുകൊണ്ട് ക്ഷാമം നമ്മൾ അറിയുന്നില്ല. കാലാകാലങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഇറാനും ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കുകയാണ്. അമേരിക്ക ഇസ്രായേലിന് സപ്പോർട്ടുണ്ട്. ആധുനിക സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. പണ്ടത്തെ യുദ്ധശൈലികളെല്ലാം മാറി ഇപ്പം ഡ്രോണോ റോക്കറ്റൊക്കെ ഉപയോഗിച്ചാണ് യുദ്ധങ്ങൾ. പണ്ട് ടാങ്ക് പോലെ പട്ടാളക്കാര് മറ്റേ രാജ്യത്തിലേക്ക് ഇരച്ചിലരെ അങ്ങനെയൊക്കെയാണ് യുദ്ധം കീഴടക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വിമാനം ഉപയോഗിക്കുന്നുണ്ട്, ഡ്രോണുണ്ട്, റോക്കറ്റുകൾ. കുറെ കാലം കൂടെ കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ മനുഷ്യരുണ്ട്, റോബോട്ട്. അതുവഴി അവർ തമ്മിലായിരിക്കും യുദ്ധം നടക്കാൻ പോകുന്നത്. ഭാവിയിൽ അങ്ങനെ അങ്ങനെയുള്ള സൈന്യത്തെയൊക്കെ ചൈനയൊക്കെ രൂപീകരിച്ചു വരും. ഏതായാലും യുദ്ധങ്ങൾ ഒത്തിരി ആളുകൾക്ക് ക്ലേശം ഉണ്ടാക്കുന്നുണ്ട്. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു, വീടുകൾ കെട്ടിടങ്ങൾ തകരുന്നു, ആളുകൾക്ക് ആഹാരമില്ലാതെ പോകുന്നു, ജീവിത സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നു, കുട്ടികൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ ഇവിടെയും നിരവധി ആളുകൾ ഇന്നലെ മരിച്ചിട്ടുണ്ട്. അതുപോലെ റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി, അതൊന്നും അവസാനിക്കുന്നില്ല. പണ്ട് പാകിസ്ഥാനും ഇന്ത്യയായിട്ട് യുദ്ധം ഉണ്ടായിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുകയാണെന്നാണ് പത്രത്തിൽ. അപ്പോൾ യുദ്ധങ്ങൾ വാർത്ത കേൾക്കാനൊക്കെ സൗകര്യമാണെങ്കിലും യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ അതിന് വിധേയരാകുന്ന ജനതയുടെ ക്ലേശങ്ങൾ വളരെയേറെയാണ്. കാരണം എപ്പോഴാണ് ബോംബ് വീഴുക, എപ്പോഴാണ് കൊല്ലപ്പെടുക, തങ്ങളുടെ വീടുകൾ തകരുക, ഇങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ്, ഭയത്തോടു കൂടിയാണ് ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ ആളുകൾ തന്നെ കുറേയേറെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവിടെയും ചെറിയ യുദ്ധങ്ങളൊക്കെ, ചില സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഭീതിയോടുകൂടി, യുദ്ധഭീതിയോടുകൂടി എന്താണ് സംഭവിക്കുക എന്നറിയാതെ ആളുകൾ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. നമ്മുടെ നാട്ടില് വലിയ പ്രതിസന്ധികളില്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ യുദ്ധങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ തെക്ക് ഭാഗത്തായതുകൊണ്ട് കുഴപ്പമില്ല. വടക്കേന്ത്യയിലാണ് യുദ്ധം നടക്കുന്നത്. രാജസ്ഥാന്റെയും ഒക്കെ അതിർത്തികളിലാണ്, അതിർത്തി സംസ്ഥാനങ്ങളിലാണ് യുദ്ധങ്ങൾ കൂടുതലായിട്ടും അനുഭവപ്പെടുക. പിന്നെ പട്ടണങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് യുദ്ധത്തിന്റെ കെടുതികൾ നമ്മൾ അധികം അനുഭവിച്ചിട്ടില്ല. ഈ ലോകത്തിൽ ഒത്തിരി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ പല വിധത്തിലും അനുഗ്രഹീതരാണ്. നമുക്ക് എല്ലാവർക്കും വീടുകളുണ്ട്, ഇതിൽ വാടക വീടെങ്കിലുമുണ്ട്. ഒരു റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് നിനക്ക് ഭക്ഷണവും വസ്ത്രവും കിടപ്പാടും ഉണ്ടെങ്കിൽ 70% ലോകത്തിലെ ആളുകളെക്കാൾ നീ ധനികനാണെന്നാണ്. എന്ന് വെച്ചാൽ 75% ലോകത്തിലെ ആളുകൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും വസ്ത്രവും കിടപ്പാടും ഒന്നും ഇല്ലാത്തവരാണ്. ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങളിൽ, അതുപോലെ വലിയ ടൗണുകളിൽ, സ്ലമ്മുകളിൽ താമസിക്കുന്നവർ, വീടില്ലാത്തവർ, പ്ലാസ്റ്റിക്കിന്റെ കീഴിൽ കിടക്കുന്നവർ, ഭക്ഷണമില്ലാത്തവർ, ഇങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ ടൗണുകളിലുണ്ട്.
കേരളത്തിൽ വലിയ ക്ഷാമമില്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിലും പല പട്ടണങ്ങളിലുമൊക്കെ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. വീണ്ടും പറയുകയാണ്, കുറെ പണവും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 18% ഏറ്റവും ടോപ്പിലുള്ള 18% വരും. എന്ന് വെച്ചാൽ ലോകത്തില് 100 പേരിൽ 18 പേർക്ക് മാത്രമേ സഞ്ചാര സ്വാതന്ത്ര്യവും കുറച്ച് പണമൊക്കെ ബാക്കിയുള്ളൂ. അങ്ങനെ കഷ്ടപ്പെടുന്ന വിട്ട് ജീവിക്കുന്ന ആളുകളാണ് ലോകത്തിലേറെ. അടുത്തതായിട്ട് പറയാണ്, ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ അതിജീവിക്കാൻ കഴിയാത്ത രോഗഗ്രസ്തരായ 10 ലക്ഷം ആളുകൾ, ആശുപത്രിയിൽ കിടക്കുന്ന 10 ലക്ഷം ആളുകളെക്കാൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവർ ഒരാഴ്ച കഴിഞ്ഞ് മുമ്പോട്ട് പോകുമോ എന്ന് പറയാൻ പറ്റുകയില്ലാതെ അതിജീവനത്തിന് വേണ്ടി ആശുപത്രികളിലും മറ്റുമൊക്കെ ശരണം പ്രാപിച്ചിരിക്കുന്ന 10 ലക്ഷത്തോളം ആളുകൾ എല്ലാ സമയത്തും ഉണ്ട്. പിന്നെ എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിവുണ്ടെങ്കിൽ ലോകത്തിലെ 300 കോടി ആളുകളെക്കാൾ ഭാഗ്യവാന്മാരുണ്ട്. ലോകത്തിലെ 800 കോടി ആളുകളാണ് പറയുന്നത്. ഇന്ത്യയിൽ 142 കോടി, ചൈനയിൽ 140 കോടി ജനങ്ങൾ, അങ്ങനെ 800 കോടിയോളം ജനങ്ങളാണ് ലോക ജനസംഖ്യയിലുള്ളത്. അതില് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമെന്നവര് 300 കോടിയെ കൂട്ടാൻ പറ്റുകയുള്ളൂ. ബാക്കി ആളുകൾക്ക് എഴുത്തുവാനും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ പല തരത്തിലും അനുഗ്രഹീതരാണെന്നുള്ളതാണ്. ഇനിയും സമാധാനത്തെ പറ്റി പറഞ്ഞാല് ഈ രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല, യുദ്ധങ്ങള് വീടുകളിൽ നടക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ കാലത്തേക്ക് 2 വർഷത്തേക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും. പിന്നെ ശീതയുദ്ധവും ഉഷ്ണയുദ്ധവും ഒക്കെയാണ്. ഭാഷ മനസ്സിലാകാതെ വരും. ഭർത്താവിന്റെ ഭാഷ ഭാര്യയ്ക്ക് കിട്ടുകയില്ല, ഭാര്യയുടെ ഭാഷ ഭർത്താവിനും പിടികിട്ടുകയില്ല. അപ്പോൾ ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് പോകേണ്ടതാണ് അവസാനം വരെയും. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് പോലെ സംഘർഷ നിർഭരമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ സംഘർഷങ്ങളൊക്കെ ലഘൂകരിക്കാനായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കഴിയണം. പ്രശ്നമില്ലാത്ത കുടുംബങ്ങൾ, ഏത് കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറവുകള്, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനി എല്ലാ സൗകര്യമാണെങ്കിൽ ആരോഗ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ യുദ്ധങ്ങള് മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളിലൊക്കെ സംഭവിക്കാം. മനുഷ്യന്റെ ഉള്ളിൽ യുദ്ധമുണ്ട്. നന്മയും തിന്മയുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. മനുഷ്യന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അവിടെയും സംഘർഷങ്ങൾ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. വ്യക്തികൾ തമ്മിലുണ്ട്, ദാമ്പത്യ ജീവിതത്തിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, രാജ്യങ്ങൾ തമ്മിലുണ്ട്, നേതാക്കന്മാർ തമ്മിലുണ്ട്, അധികാരത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയുണ്ട്. ഇങ്ങനെ ഒത്തിരി സംഘർഷ നിർഭരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇന്നത്തെ വചനത്തില് പറയുന്ന ഉദാരമായിട്ട് ദാനം ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-8 വരെയുള്ള പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതല്ല, നമ്മുടെ കടമയായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ കണ്ടെന്ന് വരും, കണ്ടില്ലെന്ന് വരും. അപ്പൊ അതിന് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം പറയാണ്. മറ്റുള്ള ലക്ഷ്യം നന്മ ചെയ്തപ്പെടുന്ന നന്മയാണെങ്കിലും ലക്ഷ്യം മറ്റുള്ളവരെ അറിയുക, എന്നെ പ്രശംസിക്കുക എന്നുള്ള ലക്ഷ്യം അത് ശരിയല്ല എന്നാണ് ഇന്നത്തെ വചനത്തിൽ പറയുന്നത്. നീ പിശ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കണം. നിന്റെ വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ ലക്ഷ്യം പ്രശംസയോ മറ്റുള്ള മുമ്പിൽ ആദരവായിരിക്കരുത് എന്നുള്ള കാര്യം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായിരിക്കുന്നതിന് പിന്നിൽ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഒരാൾ നന്മ ചെയ്താല് അതോ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സൽപ്രവർത്തികളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുമെന്ന് പറയുന്നുണ്ട്.
ഓരോരുത്തരുടെയും സൽപ്രവർത്തികൾ, ആ നന്മ പ്രവർത്തികൾ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് സ്വർഗസ്ഥനായ പിതാവിലേക്ക് അവരുടെ ഹൃദയത്തെയും മനസ്സിനെയും ഉയർത്താൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പൊ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. നമ്മൾ നന്മ പ്രവർത്തി ചെയ്യുമ്പോൾ മാതൃകയാണെങ്കിലും അതിൻ്റെ നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ പാടില്ല എന്നാണ് പറയുന്നത്. പണ്ട് വേണു കൃഷ്ണൻകുട്ടി ഒരു കഥയുണ്ട്. ആ കഥയുടെ പേര് ഈ സഹായത്തിൽ ചാരണമെന്നാണ്. ഇപ്പം വേണുകൃഷ്ണൻ കിട്ടുമ്പോഴില്ല ആള്. അപ്പൊ ഈ ചെറിയ കഥകൾ വളരെ ഹാസ്യ സാഹിത്യമാണ്. ഇപ്പൊ വായന നിന്നു പോയിട്ടുണ്ടെങ്കിലും ആളുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ചരണില്ലാത്ത സഹായങ്ങൾ ചെയ്യാനാണ് ഈ സഹായത്തിൽ ചരണുണ്ട്. ആ പേര് തന്നെ ഹാസ്യമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ പറയുകയാണ് 7:15 ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കി അവന് സഹായം നിരസിക്കുകയോ അരുത്. നീ ഉദാരമായിട്ട് ദാനം കൊടുക്കണം. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് വരുമാനത്തിന്റെ ദശാംശം ഇങ്ങനെ കൊടുക്കേണ്ട ചുമതലയുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തോബത്തിന്റെ പുസ്തകത്തില് നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ഇപ്പൊ തോബത്തിൽ പണ്ടുണ്ടായിരുന്ന ഈ സ്വർണത്തോടുള്ള ആഭിമുഖ്യം ധനത്തിനായ കാലഘട്ടത്തിൽ 200 രൂപയെ പവനുണ്ട്. ഇപ്പൊ അത് 1.5 ലക്ഷമൊക്കെയാണ് പത്രത്തിൽ പറഞ്ഞത്. ഇപ്പൊ കള്ളന്മാർക്ക് കുശാല. ഞാനൊരു റിപ്പോർട്ട് കണ്ടു. വടക്കേന്ത്യയിൽ നിന്നും സംഘടിതരായിട്ടും നല്ല മെയ്വഴക്കം വന്ന കള്ളന്മാര് കേരളത്തിലേക്ക് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്വർണം ഒത്തിരി ഉള്ളവരും സൂക്ഷിക്കുന്നവരും ജാഗ്രത പാലിക്കുക. കാരണം അവര് ഒരുപാട് കിട്ടിയ 1.5 ലക്ഷമായില്ലേ. സ്വർണം ഇട്ടുകൊണ്ട് നടക്കുന്നവരും ജാഗ്രതയോടെ നടക്കുക. കള്ളന്മാര് പൊട്ടിച്ചോടും. അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളുണ്ട്. പണ്ടൊരു വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു ഇടവയിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ചെറിയൊരു പള്ളിയിൽ പോകും. തന്നെയുള്ളൂ. വീടില്ലാത്തൊരു സ്ഥലത്ത് ഒരു കള്ളം കയറി മാലക്കിട്ട് പിടിച്ചു. അപ്പൊ ഈ തള്ളയ്ക്ക് മാല വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തള്ളയും കയറി മാലയ്ക്ക് പിടിച്ചു. അപ്പൊ ഒരു കഷ്ണം തലയുടെ കയ്യിലിരുന്നു. പക്ഷെ അവിടെ ഒരു പണി കൂടെ എടുത്തു. അവിടെ കത്തി ഉണ്ടായിരുന്നു. തള്ളക്കിട്ട് നല്ലൊരു കുത്തു കൊടുത്തു. എന്നിട്ട് പിന്നെ അവന് എവിടെയോ മരത്തിൽ കയറി ഒളിച്ചിരുന്നെന്നും പിന്നെ നാട്ടുകാരെ പിടിച്ചെന്നൊക്കെയാണ്. അക്കാലഘട്ടത്തിൽ അതിനെ ആ സ്ത്രീയെ കോഴിക്കോട് സാമ്പത്തികമുള്ളവരായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് 1 മാസം ചികിത്സിച്ചത് ജീവൻ രക്ഷപ്പെട്ടു. 20 കുറെ വർഷങ്ങളോടെ ജീവിച്ച് 2 വർഷം മുമ്പ് ബിരിയാണി. അപ്പൊ അവളെല്ലാം വിട്ടുകൊടുത്തെങ്കിൽ ചിലപ്പോൾ കുത്താതെങ്കിലും പോയാൽ അറിയത്തില്ല. ചിലര് സ്വർണം തട്ടിയെടുക്കുക മാത്രമല്ല ബുദ്ധി കൊല്ലുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഒരു തലയൊക്കെ മാത്രം താമസിക്കുന്നവർ 6 കാരണവശാലും വീട്ടിൽ സ്വർണം വയ്ക്കാൻ പാടില്ല. പിന്നെ ഒരു ഗമയായിട്ട് ഒരു 5 പവന്റെ സ്വർണം കഴുത്തേ കിടന്നിട്ട് ഈ 5 പവൻ കാണുമ്പോൾ 5 ലക്ഷം കണക്കാക്കുന്നത്. അപ്പൊ അവർക്ക് പ്രേരണ കൊടുക്കുകയാണ് ഇതൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട്. പണ്ട് കാലത്താണ് കുഴപ്പമില്ല. കൃഷിയോട് നടന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറിയാൽ ഒരു ഗവേഷണമൊക്കെ നടത്തും. ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഗവേഷണം നടത്തിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വർണത്തിന്റെ കാര്യത്തിൽ ബാങ്കിലൊക്കെ കൊടുക്കുന്നതാണ് നന്ന്. പിന്നെ കിടപ്പുമുറി വെക്കരുതെന്നുമാണ് പോലീസുകാരൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്നത്. കിടപ്പുമുറിയിലായിരിക്കുന്നതെന്ന് അറിയാം. കാരണം ഏറ്റവും പ്രിയപ്പെട്ടത് കിടപ്പുമുറിയിലല്ലേ, അവിടുത്തെ അലമാരിയിലാണ്. അതുകൊണ്ട് സാധാരണ എന്നിട്ട് അതിൽ പറയുന്നുണ്ട് 5 ലക്ഷം 5 പവൻ മുതൽ 50 പവൻ വരെയൊക്കെ സാധാരണ കുടുംബങ്ങളിൽ ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കിലുണ്ട് എന്നും രേഖപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് സ്വർണം കുട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഇനിയിപ്പോൾ സ്വർണ്ണം ഒത്തിരി ഉണ്ടെങ്കിൽ പാവപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തിലെ മകൾക്ക് ഒരു പവനം എടുത്ത് കൊടുത്തേക്കുക. നീ വേറെ മക്കളെല്ലാം വിദേശത്തുമാണ്, പണവും സ്വർണ്ണമൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിശ്ചയം ഉണ്ടാകുന്നതാണ് ഈശോ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. 1 കൊരിന്ത്യൻസ് 8:9-15 പറയുന്നത്, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നത് യേശു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി.
അവന്റെ ദാരിദ്ര്യത്തിൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാണെന്നാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കുക. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ കഴിവനുസരിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുക, ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുക. ഒരിക്കലും തികഞ്ഞിട്ട് ആർക്കും ഒന്നും കൊടുക്കാനായിട്ട് പറ്റുകയില്ല. രണ്ടാമതായിട്ട് സംഘർഷങ്ങൾ ലഘൂകരിക്കുക. ഈ ലോകവും ഭൂമിയും ജീവിതമൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ക്ഷണികമായ സംവത്സരങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ കലഹിച്ചും അടിപിടി കൂടിയിട്ടും മദ്യപിച്ചും കലകമുണ്ടാക്കിയും നരകമാക്കി മാറ്റാതെ സൗഹൃദത്തിൽ ജീവിക്കുക, അതാണ് ഏറ്റവും മഹത്വമുള്ളത്. സന്തോഷത്തിന്റെ ഹോർമോൺ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഉണ്ടായാൽ പരിഹരിക്കുക. യുദ്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കുകയില്ലേ എന്ന് പറയുന്നത് പോലെ കുടുംബത്തിലും യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ പരിഹരിക്കുക. അത് മക്കളുമായിട്ടാണെങ്കിലും. മൂന്നാമതായിട്ട് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് റോക്കറ്റുകളും ബോംബും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് പോലെ മനുഷ്യ ജീവിതത്തിൽ സംഘർഷം ഉണ്ടാക്കുന്ന മദ്യപാനം, മയക്കുമരുന്നുകൾ ആളുകളെ കൊല്ലാനും വേണ്ടി കാണിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള തിന്മകള് അത് അവസാനിപ്പിക്കുക. അപ്പോൾ അതിനെല്ലാം പ്രേരക ശക്തിയായിട്ട് വേണ്ടത് യേശുവിൻ്റെ വചനങ്ങളും അതുപോലെ സത്ചിന്തകളുമാണ്. അപ്പോൾ ഈശോയുടെ ഈ നോയമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം ഇതൊക്കെ വഴിയായിട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും